രഥയാത്ര ഗുരുവായൂർ സ്ഥലത്തെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. കാരണം ഗുരുവായൂരപ്പനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മലയാളികളുണ്ട്, ലോകമെമ്പാടുമുള്ള മലയാളികൾ. അപ്പോൾ ഗുരുവായൂരപ്പനെ നമ്മൾ കാണുന്നത് ആ ഗുരുവായൂർ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ്. പക്ഷേ ഗുരുവായൂരപ്പനെ ഭാരതത്തിന്റെ പല പല സ്ഥലങ്ങളിലും എങ്ങനെയാണ് ആരാധിക്കുന്നത് എന്ന് ചില വ്യക്തികൾക്കറിയാം. അത് കേരളം വിട്ട് നോർത്തിലൊക്കെ പോയവർക്കറിയാം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദ്വാരകയിൽ ഭഗവാനെ ദ്വാരകാധീശായിട്ടാണ് ആരാധിക്കുന്നത്, വൃന്ദാവനത്തിൽ ഗോപാലനായിട്ടും. അപ്പൊ ഇതൊന്നും നമുക്ക് ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ പ്രത്യേകിച്ച് എഴുത്തച്ഛന്റെ ഭാഗവത്തിലൂടെ എല്ലാവർക്കും കൃഷ്ണന്റെ കഥകളൊക്കെ അറിയാം. ഒരുവിധം ഭഗവാൻ പശുക്കളെ മേയിച്ചു കിടക്കുന്നു, അങ്ങനെയൊക്കെ അറിയാം. പക്ഷെ ഇത് കൂടാതെ ലോകത്തിലെ ഏറ്റവും വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് റിലീജിയസ് ഫെസ്റ്റിവൽ നടക്കുന്ന ഒരു സ്ഥലമാണ് ജഗന്നാഥ്പുരി എന്ന് പറയുന്നത്. അതായത് 10 ലക്ഷം ആൾക്കാർ ഒരേ ദിവസം ഒത്തുകൂടുന്ന ഒരു അത്യപൂർവ നിമിഷമാണ്. അപ്പം നമ്മൾ ആരാധിക്കുന്ന അതേ ഗുരുവായൂരപ്പനെ അവിടെ ആരാധിക്കുന്ന ജഗന്നാഥായിട്ടാണ്. അപ്പൊ ആ ജഗന്നാഥിന്റെ ഒരു ഫെസ്റ്റിവലാണ് രഥയാത്ര എന്ന് പറയുന്നത്. അപ്പൊ ഗുരുവായൂർ തന്നെ ഇപ്പൊ പാർത്ഥസാരഥിയുടെ രഥം പോകാറുണ്ട്. പാർത്ഥസാരഥി ക്ഷേത്രം നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തായിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ശങ്കരാചാര്യരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ഷേത്രമാണ്. അല്ല, അത് ഏകാദശി ദിവസമാണ്, ഗുരുവായൂർ ഏകാദശി ദിവസം. അതായത് ഭഗവത്ഗീത പറഞ്ഞ ദിവസം. ഭഗവാൻ അർജുനോട് മഹാഭാരത യുദ്ധത്തിന് മുമ്പേ പറഞ്ഞ ആ ഒരു ദിവസത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ശങ്കരാചാര്യർക്ക് ദർശനം നൽകിയ ഒരു സ്ഥലമാണ് ഈ പാർത്ഥസാരഥി ക്ഷേത്രം. ശങ്കരാചാര്യരും നാരദ മഹർഷി ഇങ്ങനെ ഗുരുവായൂരിന്റെ മുകളിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് നാരദ മഹർഷി പറഞ്ഞു, നമ്മളൊന്ന് ഗുരുവായൂരൊന്ന് തൊഴുതിട്ട് പോകാം. അപ്പോ ശങ്കരാചാര്യ പറഞ്ഞു, ഭഗവാൻ എല്ലായിടത്തും ഉണ്ടല്ലോ, ഇവിടെ തൊഴേണ്ട ആവശ്യമുണ്ട്. അപ്പൊ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ സിദ്ധികളൊക്കെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട് അദ്ദേഹം ഭൂമിയിൽ വീഴുകയാണ്. അദ്ദേഹം ബോധം കെട്ടുപോയി, അദ്ദേഹത്തിന് അൺകോൺഷ്യസ് ആയി. അപ്പോൾ എല്ലാവരും വന്ന് വിചാരിച്ചു ഓൾമോസ്റ്റ് ഡെഡ് എന്നാണ് വിചാരിച്ചത്. പിന്നെ അദ്ദേഹത്തെ തൂക്കി കൊണ്ടുപോയി കിടത്തിയ സ്ഥലമാണ് ഇപ്പോൾ പാർത്ഥസാരഥി ക്ഷേത്രം. അവിടെ ഭഗവാൻ വിശ്വരൂപം കാണിക്കുകയാണ്. അപ്പോൾ പാർത്ഥന് കാണിച്ച ആ ഒരു രൂപം, അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഗുരുവായൂർ ഏകാദശി ദിവസം അവിടുന്ന് രഥം, അർജുനും കൃഷ്ണനുമായിട്ടുള്ള ഒരു രഥമുണ്ട്. അത് അപ്പോൾ നമ്മൾ ഗുരുവായൂരിൽ പരിചയമുള്ള രഥയാത്ര എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ ഞാനിവിടെ വന്നതിന് ശേഷം നമ്മുടെ ഈ പ്രസ്ഥാനം ഗോലോകൻ ട്രസ്റ്റ് എന്ന് തുടങ്ങിയ ഒരു 2-3 വർഷമായി. ഇതിൻ്റെ ഇടയിൽ പല പല രഥയാത്രകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ജഗന്നാഥിന്റെ തന്നെ കുഞ്ഞു കുഞ്ഞു രഥയാത്ര നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇത്രയും വിപുലീകരിച്ച് എല്ലാവരും ഉൾപ്പെടുത്തിയ ആദ്യമായിട്ടാണ്. പിന്നെ കേരളത്തിലും ജഗന്നാഥ് രഥയാത്ര പല പല ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ഗ്രൂപ്പുകളും ചെയ്യാറുണ്ട്. കണ്ണൂർ ചെയ്യാറുണ്ട്, തിരുവനന്തപുരത്ത് ചെയ്യാറുണ്ട്. ഇവരൊക്കെ വർഷങ്ങളായിട്ട് ചെയ്യുന്നവരാണ്. പക്ഷെ ഗുരുവായൂരിൽ ഒരുപക്ഷെ ഇത്രയും വലിയ രീതിയിൽ ആദ്യമായിട്ടായിരുന്നു. ഇത്രയും വലിയൊരു രഥയാത്ര ആദ്യമായിട്ടാണ്. നമ്മുടെ രഥയാത്രയുടെ പ്രധാനപ്പെട്ട ഇവന്റുകൾ എന്തൊക്കെയാണ് ആക്ച്വലി ജഗന്നാഥ്പുരി രഥയാത്രയിൽ മെയിൻ ആയിട്ടുള്ള ഇവന്റ് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ 3 രൂപങ്ങളാണ്. അതായത് ജഗന്നാഥ് എന്ന് പറയുന്ന കൃഷ്ണൻ, ഭഗവാന്റെ ജ്യേഷ്ഠനായ ബലരാമനും ഭഗവാന്റെ സഹോദരിയായ സുഭദ്ര, ഇവര് 3 പേരുമാണ് രഥത്തിലിരിക്കുന്നത്. എന്നിട്ട് ഭക്തരെല്ലാവരും കൂടെ കയറിന്റെ സഹായത്തിൽ ഭഗവാനെ ഇങ്ങനെ രഥത്തിൽ വലിച്ചു കൊണ്ടുപോവുകയാണ്. അതാണ് പൊതുവെ ഉള്ള ഒരു സംഭവം. പക്ഷെ ഇത് ഒരു എന്താ പറയുന്ന ഒരു വീക്ക് ഡേ ആണ്, വീക്കെൻഡ് അല്ല. അപ്പോൾ എല്ലാവർക്കും ഒത്തുകൂടാനും ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മുടെ ഹരേകൃഷ്ണ പ്രസ്ഥാനം പൊതുവെ ഇസ്കോൺ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ പല പല ദിവസങ്ങളിലാണ് ആക്ച്വലി രഥയാത്ര നടത്തുന്നത്. ഇതേ ഡേറ്റിന് ചെയ്യാറില്ല. അതായത് ഈ ഒരു പൊതുവെ ഇംഗ്ലീഷ് കലണ്ടറിൽ ഇപ്രാവശ്യം ജൂലൈ 16 ആണെങ്കിലും പല വർഷങ്ങളിലും അത് മാറിക്കൊണ്ടിരിക്കും. ജന്മാഷ്ടമി പോലെ, അതായത് നമ്മുടെ കലണ്ടർ നോക്കും, വേദിക് കലണ്ടർ ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് ഇപ്രാവശ്യം 16 ആണ്. അപ്പോൾ ഭക്തരുടെ സൗകര്യം നോക്കിയാണ് പൊതുവെ ചെയ്യാറുള്ളത്, കാരണം കൂടുതൽ പേർക്ക് പങ്കെടുക്കാം എന്നുള്ള രീതിയിൽ. പക്ഷെ അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു സത്യം പറഞ്ഞ ഒരു കേസ് നടക്കുകയാണ്. ഇസ്കോണും ജഗന്നാഥ്പുരി ക്ഷേത്രങ്ങൾക്ക് യഥാർത്ഥത്തിൽ നടക്കേണ്ട ദിവസം നാളത്തെയാണ്. നാളെ 16 ആ ഒരു ദിവസമാണ് വേദിക് കലണ്ടർ എന്ന് പറയും. നമ്മുടെ അല്ല, ഇംഗ്ലീഷ് കലണ്ടർ നമ്മുടെ അല്ല അത് തിഥി എന്ന് പറയും. നമ്മുടെ മലയാള മാസം നോക്കാറില്ലേ നമ്മൾ,
അതേപോലെ നമ്മൾ വൈഷ്ണവ കലണ്ടർ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതനുസരിച്ചാണ് ഇത് പോകുന്നത്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് കലണ്ടർ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരിയിൽ തുടങ്ങി ഡിസംബറിൽ അവസാനിക്കും. ഡിസംബർ എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മളിപ്പോൾ BC എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ്, ആഫ്റ്റർ ക്രൈസ്റ്റ്, അപ്പോൾ അനോ ഡോമിനി എന്നൊക്കെ പറയും. പക്ഷെ അത് ആക്ച്വലി ക്രിസ്ത്യൻ എറ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടർ ഫോം ആയത്. പക്ഷെ ചന്ദ്രനാണ് പൊതുവെ നോക്കുന്നത്. രണ്ട് രീതി നോക്കാൻ പറ്റും. സൂര്യന്റെ ഗതി അനുസരിച്ചും ചന്ദ്രന്റെ ഫേസസ് അനുസരിച്ചും അങ്ങനെ പറയുന്നുണ്ട് അല്ലേ? കുഡ് ബി. അപ്പൊ മോസ്റ്റ്ലി ഇത് ഡിസംബർ തന്നെ വെക്കാൻ, ഇയർ എൻഡ് വെക്കാനുള്ള കാരണം ബർത്ത് ഓഫ് ജീസസ്. അത് കഴിഞ്ഞിട്ട് ന്യൂ ഇയർ, അതായത് ക്രിസ്മസ് സെലിബ്രേഷന് ശേഷം, അങ്ങനെ ഒരു ഇതാണ് വേദിക് കലണ്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ വേദിക് കാൽക്കുലേഷൻ അനുസരിച്ച് ഓരോ ഗ്രഹങ്ങളുടെ പൊസിഷൻസും അത് കൂടുതൽ ആസ്ട്രോളജി ആയിട്ട് കണക്ട് ചെയ്ത്, അപ്പോൾ അതിൽ കൂടുതലും ഫേസസ് ഓഫ് മൂൺ ആണ്. ശുക്ലപക്ഷം, കൃഷ്ണപക്ഷം എന്നൊക്കെ പറഞ്ഞ്, അതായത് അങ്ങനെയുള്ള രീതിയിലാണ് അതിന്റെ പോകുന്നത്. അപ്പൊ അതിനെ തിഥി എന്ന് പറയും. ഇപ്പൊ ഏകാദശി എന്ന് പറയുമ്പോൾ 11ാമത്തെ ദിവസം എന്നാണ് കലണ്ടറിൽ, മാസത്തിലെ. അതായത് അമാവാസ്യ കഴിഞ്ഞിട്ട് പിന്നെ മൂൺ വീണ്ടും എന്തോ വാക്സിംഗ് മൂണിലേക്ക് പോകത്തില്ലേ, അപ്പോഴത്തേക്കുള്ള ആ പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, അങ്ങനെ പോകും. ദ്വാദശി, ത്രയോദശി. അല്ല, തിഥി അനുസരിച്ച് രണ്ടുപേരും ഈ ദിവസം തന്നെയാണ് രഥയാത്ര എന്ന് പറയുന്നത്. സൗകര്യം അനുസരിച്ച് ഇസ്കോൺ എന്ത് ചെയ്യുന്നു വെച്ചാൽ പല പല സ്ഥലങ്ങളിൽ ചെയ്യുമല്ലേ, വിദേശ രാജ്യങ്ങളിലും അവിടെയൊക്കെ. അപ്പോൾ പൊതുവെ ഒരു പ്രൊസഷൻ നടക്കുമ്പോൾ പെർമിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നമുക്കും പെർമിഷൻ എടുക്കണം. പോലീസ് അതോറിറ്റീസും ജില്ലാ അധികാരികളും എല്ലാവരോടും അറിയിക്കേണ്ടതായിട്ടുണ്ട്, കാരണം ഒരു പബ്ലിക് പ്രൊസഷൻ അല്ലേ. പക്ഷെ അവിടെ ഒറീസയിൽ അതിന്റെ ആവശ്യമില്ല. കാരണം ഒറീസ അറിയപ്പെടുന്നത് തന്നെ ഈ ഒരു ഫെസ്റ്റിവലിലൂടെ. അതുകൊണ്ട് നാച്ചുറലി ചീഫ് മിനിസ്റ്റർ ആണെങ്കിൽ എല്ലാ അതോറിറ്റീസിനെ, അതായത് നമ്മുടെ നാട്ടിലെ ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് അത് അംഗീകരിച്ച ഒരു സംഭവമാണ്. അതേപോലെ പെർമിഷന്റെ ഒരു ഇത് വരുന്നില്ല. കൃഷ്ണൻ ഈ ഒരു ജഗന്നാഥന്റെ രൂപത്തിലേക്ക് മാറുന്ന ട്രാൻസ്ഫർമേഷൻ ആണ്. അതെ, ഈ ഒരു അത് ആ രഥത്തെ മനസ്സിലുണ്ടാവുന്ന ഒരു ട്രാൻസ്ഫർമേഷൻ ആണ് ശരിക്കും. ഇത് ആക്ച്വൽ ട്രാൻസ്ഫർമേഷൻ ഉണ്ടായി. പിന്നെ അത് മനസ്സാൽ ഉണ്ടായതും കൂടെയാണ്. ഇപ്പൊ നമ്മുടെ മനസ്സാണല്ലോ നമ്മുടെ ശരീരത്തിൽ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാം. അപ്പോ ആക്ച്വലി ഇത് സംഭവിച്ചത് പല പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഭഗവാൻ കൃഷ്ണൻ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട നിമിഷങ്ങളായിരുന്നു വൃന്ദാവനത്തിലെ നിമിഷങ്ങൾ. വൃന്ദാവനത്തിലാണ് ഭഗവാൻ വളർന്നത് കുട്ടിക്കാലം മുതലേ. അതായത് മഥുരയിൽ ജനിച്ചു ഭഗവാൻ, എന്നിട്ട് വളർന്നതെല്ലാം ഗോകുലത്തിലാണ്. ഗോകുലം എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഉത്തർപ്രദേശില് മഥുര മണ്ഡലം എന്നാണ് മൊത്തത്തിൽ അറിയപ്പെടുന്നത്. പക്ഷെ മധുരയ്ക്ക് അകത്തൊരു മധുരയുണ്ട്. ആ മധുരയായിരുന്നു കംസന്റെ തലസ്ഥാനമായിട്ടുള്ളത്. അപ്പോൾ മൊത്തം ഭരിച്ചിരുന്ന ആ സ്ഥലത്ത് മധുര എന്ന് പറയുന്ന അവിടെയായിരുന്നു കൊട്ടാരമൊക്കെ. അവിടെ കാരാഗ്രഹത്തിലാണ് ഭഗവാൻ കൃഷ്ണൻ ജനിക്കുന്നത്. എന്നിട്ട് ഭഗവാൻ തന്നെയാണ്, കാരണം ഭഗവാനാണല്ലോ, കുഞ്ഞായിട്ട് വരുമെങ്കിലും ഭഗവാന്റെ ആ ഒരു വൈഭവമുണ്ട്. അപ്പം ഭഗവാൻ വസുദേവരോട് പറയുകയാണ്, എന്നെ ഗോകുലത്തിൽ കൊണ്ടുപോകാൻ പറയുകയാണ്. അപ്പൊ ഇവിടുന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റേഴ്സ് ഇന്നത്തെ കാൽക്കുലേഷൻ അനുസരിച്ച് ദൂരെയാണ് വൃന്ദാവനം. അപ്പൊ ആ വൃന്ദാവനം എന്ന് പറയുന്നത് മൊത്തത്തിൽ ഗോകുലം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അതിൽ ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഗോകുൽ, നന്ദഗാവ്, പിന്നെ ബർസാന, ഇങ്ങനെ കുറെ. അത് ഭയങ്കര ഡീപ്പായിട്ട് ഭഗവാന്റെ ഓരോരോ സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ, ഭഗവാൻ കംസനെ കൊല്ലാൻ വേണ്ടി വീണ്ടും വൃന്ദാവനത്തിൽ നിന്ന് മധുരയിലേക്ക് വരുന്നൊരു ടൈം ഉണ്ടല്ലോ. ഒരു ഭഗവാൻ ഏകദേശം ഒരു 10-12 വയസ്സുള്ള ആയപ്പോഴാണ് ഭഗവാൻ മധുരയിലേക്ക് വരുന്നത്. കംസൻ ക്ഷണിക്കുകയാണ്. കാരണം അതുവരെ കംസൻ അറിയത്തില്ലായിരുന്നു കൃഷ്ണൻ എൻ്റെ പെങ്ങളായ ദേവകിയുടെ 8ാമത്തെ പുത്രനാണെന്ന് കംസൻ അറിയത്തില്ലായിരുന്നു. ഇത് നാരദ മഹർഷി പറഞ്ഞിട്ടാണ് അറിയുന്നത്. അങ്ങനെ ഇവനാണ് എൻ്റെ അന്തകൻ എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ ക്ഷണിക്കുകയാണ്. വന്നതിന് ശേഷം പിന്നെ ഭഗവാന് വൃന്ദാവനത്തിൽ പോകാൻ പറ്റിയില്ല.
കാരണം കംസനെ കൊന്നു കഴിഞ്ഞപ്പോൾ അടുത്ത അസുരന്മാർ വരാൻ തുടങ്ങി, കംസന്റെ കൂട്ടരും അങ്ങനെ അങ്ങനെ അങ്ങനെ. പിന്നെ യോദ്ധാവായിട്ട് മാറി, മാനേജ്മെന്റിലോട്ട് അങ്ങ് പോയി. പിന്നെ ക്ഷത്രിയ രീതിയിലുള്ള ഒരു വേൾഡ്ലി അഫയേഴ്സിലോട്ടൊക്കെ പെട്ട് അതെല്ലാം സോൾവ് ചെയ്യണം. പല പല ജിയോ പൊളിറ്റിക്സ്, അതാണ് കറക്റ്റ് വേർഡ്. പിന്നെ മഹാഭാരത യുദ്ധം നടന്നു. ഇറ്റ്സ് ലൈക്ക് വേൾഡ് വാർ. മനസ്സിലായി? ലോകത്തിലുള്ള എല്ലാവരും കൂടെ ഒത്തുകൂടി രണ്ട് പക്ഷമായിട്ട് യുദ്ധം ചെയ്യുന്നു. ഭഗവാൻ പിന്നെ തിരിച്ചു പോയിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോ അത് ഈ മഹാഭാരത യുദ്ധം നടക്കുന്നതിന് കുറച്ചു മുമ്പായിട്ട് ഭഗവാൻ ഈ സൂര്യഗ്രഹണ സമയത്ത് കുരുക്ഷേത്രം, അത് യുദ്ധം നടക്കുന്നതിന് മുമ്പേ തന്നെ കുരുക്ഷേത്രം ഒരു തീർത്ഥ സ്ഥലമായിട്ട് അറിയപ്പെടുന്നുണ്ട്. അതിന് കാരണം പരശുരാമനായിട്ട് ബന്ധപ്പെട്ടതുമാണ്. അതിനു മുമ്പേ തന്നെ കുരുക്ഷേത്രം ആ കുരു രാജാവിന്റെ പേരിലാണ്, അതാണ് കുരുക്ഷേത്രം എന്നറിയപ്പെടുന്നത്. അദ്ദേഹം എല്ലാവർക്കും നന്മ ലഭിക്കാനായിട്ട് അദ്ദേഹം അവിടെ കൃഷി ചെയ്തു. സ്വർണ്ണ ഇത് വെച്ച്, പ്ലോ വെച്ച്, കലപ്പ വെച്ചിട്ട്. അപ്പൊ അതിന്റെ അങ്ങനെ കുറെ അദ്ദേഹത്തിന്റെ പുണ്യങ്ങളൊക്കെ ഇട്ട് അതിനെക്കുറിച്ച് വലിയൊരു ഹിസ്റ്ററി ഉണ്ട്. അപ്പൊ അവിടെ എന്ത് സത്പ്രവൃത്തി ചെയ്താലും ഒരുപാട് ഒരുപാട് റിസൾട്ട് കിട്ടും. അപ്പോൾ പരശുരാമനും ക്ഷത്രിയരെ എല്ലാം കൊന്നിട്ട് അവരുടെ രക്തം കൊണ്ട് ഒരു കുളം തന്നെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറെ ഹിസ്റ്ററി ഉണ്ട്, അതിന്റെ കുറെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഉണ്ട്. അതെ അതെ അതെ, സോറി അതിലോട്ട്. അപ്പോ അവിടെ എന്താ സംഭവിച്ചു വെച്ചാൽ ഭഗവാൻ കൃഷ്ണൻ അവിടെ വരികയാണ്. കാരണം സൂര്യഗ്രഹണ സമയം പൊതുവെ ഒരു അശുഭ നിമിഷമാണ്. അപ്പൊ ആ നിമിഷത്തിൽ നമ്മൾ പുണ്യം കൂടുതൽ ആർജിക്കാൻ പൊതുവെ ഒരു ആചാരമാണ് ഇങ്ങനെയുള്ള തീർത്ഥ സ്ഥലങ്ങളിൽ ഒത്തുകൂടാം. അപ്പോ ഭഗവാൻ ദ്വാരകയിലേക്ക് പോയി. അപ്പോൾ മധുരയിൽ നിന്ന് ദ്വാരകയിലേക്ക് ഒരു കൊട്ടാരം സമുദ്രത്തിന്റെ മധ്യത്തിലായിട്ട് പണിച്ച അവിടെ ഒരുങ്ങി. അപ്പൊ ദ്വാരകയിൽ നിന്നും കുരുക്ഷേത്രത്തിൽ വരാൻ അധികം ദൂരമില്ല. ഏകദേശം, അതായത് ഗുജറാത്തിൽ നിന്ന് ഹരിയാനയിലേക്ക് വരണം ഇപ്പോഴത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ. പിന്നെ വൃന്ദാവനവാസികൾക്കും ഹരിയാന അടുത്താണ്, അതായത് കുരുക്ഷേത്രം. അപ്പൊ അപ്പം ഭഗവാൻ ദ്വാരകാവാസികൾ എല്ലാവരും അവിടെ ഒത്തുകൂടുന്നു എന്ന് വൃന്ദാവനവാസികൾ കേട്ടു. അതായത് കൃഷ്ണ അവിടെ വരുന്നുണ്ടെന്ന്. അപ്പൊ നമ്മൾക്ക് അടുത്ത് കിട്ടുവാണ് ഭഗവാനെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം എന്ന് പറഞ്ഞ് കുരുക്ഷേത്രത്തിൽ വരികയാണ്. അപ്പൊ അവിടെ വെച്ച് വൃന്ദാവനവാസികൾ എല്ലാവരും വർഷങ്ങൾക്ക് ശേഷം കൃഷ്ണനെ കാണുകയാണ്. ഭഗവാൻ ഏകദേശം 100 വയസ്സിന് മേൽ പ്രായമുണ്ട് ആ സമയത്തും. പക്ഷെ ഭഗവാൻ വൃദ്ധാവസ്ഥ ആ സമയത്തും ഇല്ല. മനസ്സിലായി? ഭഗവാൻ എപ്പോഴും നിത്യ യൗവനത്തിലാണ്. അതേപോലെയാണ് വൃന്ദാവനവാസികളും. അപ്പോൾ അവിടെ ഭഗവാൻ കൃഷ്ണനെ എല്ലാവരും കണ്ടു. യശോദാമ്മയും കണ്ടു, നന്ദമഹാരാജും കണ്ടു. എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി സംസാരിക്കുകയാണ്. അപ്പൊ രാധാദേവി കണ്ടപ്പോഴാണ് ഗോപികമാരും ഇങ്ങനെ ദൂരെ എന്ന് കാണുകയാണ്. അപ്പൊ കൃഷ്ണനെ കണ്ട ഉടൻ തന്നെ പറഞ്ഞു, ഇതെന്റെ കൃഷ്ണനല്ല എന്ന് പറയുകയാണ്. അപ്പൊ ഉടനെ ഭഗവാൻ കൃഷ്ണൻ, കാരണം ഭഗവാൻ കിരീടമൊക്കെ വെച്ച് ഒരു പ്രൗഢിയിലാണ്, രാജാവിനെ പോലെയാണ് വരുന്നത്. അപ്പൊ ഭഗവാനെ ഈ ഒരു വേഷത്തിൽ രാധാദേവി കണ്ടിട്ടില്ല. വളരെ ലളിതമായിട്ടുള്ള ഒരു ഗോപാല വേഷത്തിലാണ്. പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗിയുണ്ട്. അപ്പോ രാധാദേവി പറഞ്ഞു, ഇതെന്റെ കൃഷ്ണനല്ല എന്ന് പറഞ്ഞു. അപ്പോ കൃഷ്ണൻ പറഞ്ഞു, പിന്നെ നിന്റെ കൃഷ്ണൻ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് രാധാദേവി വൃന്ദാവനത്തിലെ കൃഷ്ണനെ വർണ്ണിക്കുകയാണ്. ഭഗവാൻ എങ്ങനെയായിരുന്നു, ഓടക്കുള്ളിൽ എങ്ങനെ ഊതിയിരുന്നു. കവിത തന്നെയാണ്. കാരണം പൊതുവെ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ഓട്ടോമാറ്റിക്കലി കവികളായിട്ട് മാറും. അപ്പോൾ പ്രത്യേകിച്ച് രാധാദേവി സർവകലാ വല്ലഭ എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാ കലകളിലും വളരെ മികവുള്ള ആളാണ് ദേവി. അപ്പൊ ദേവി ഇങ്ങനെ വർണ്ണിക്കുകയാണ് വൃന്ദാവനത്തിലെ കൃഷ്ണനെ. അപ്പൊ അതൊക്കെ കേട്ടിട്ട് ഭഗവാൻ ആക്ച്വലി സ്റ്റണ്ട് ആവുകയാണ്, സ്തംഭിച്ചു പോവുകയാണ്. കാരണം ഭഗവാൻ ആ ഓർമ്മയിലേക്ക് അങ്ങ് മഗ്നമായി പോയി. അതിന് നമ്മൾ തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു സിനിമ കണ്ട് അതിലങ്ങ് അബ്സോർബ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ അത് എല്ലാം മറന്നു പോകത്തില്ലേ? അതേപോലെ ഭഗവാൻ എല്ലാം മറന്നുപോയി. ഭഗവാന്റെ ഇപ്പോഴത്തെ എക്സിസ്റ്റൻസും എല്ലാം മറന്നുപോയി. അങ്ങനെ കംപ്ലീറ്റ്ലി അതിലോട്ട് അങ്ങ് അബ്സോർബ്ഡ് ആയി. അപ്പോ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സ്പിരിച്വലാണ്. അപ്പൊ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടൈം പ്ലേസിനപ്പുറത്താണ്. ആ ടൈം ഫിസിക്സ് ലോസ് ഒന്നും അവിടെ വരുന്നില്ല. അപ്പം ഭഗവാൻ ചിന്തിക്കുന്ന സമയത്ത് ഭഗവാൻ ആക്ച്വലി അങ്ങോട്ടങ്ങ് പോയി. അതായത് ഭഗവാൻ ആ പഴയ കാലങ്ങളിലേക്ക് അങ്ങ് എത്തുകയാണ്. നമ്മൾ പൊതുവെ ഇമാജിൻ ചെയ്യുകയാണല്ലോ. ഇപ്പൊ നമ്മുടെ കുട്ടിക്കാലത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. പൊതുവെ ടൈം ട്രാവൽ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതെ, എക്സാക്ട്ലി. നമ്മൾ ടൈം ട്രാവൽ എന്ന സിനിമയൊക്കെ ഇപ്പം പറയുന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇറ്റ്സ് നോട്ട് പോസിബിൾ. കാരണം ടൈം ഇങ്ങനെ റൺ ആയിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും ടൈമിനെ മറികടക്കാൻ നമുക്ക് കഴിയില്ല.
പൊതുവെ അത് ലൈറ്റിന്റെ സ്പീഡും അതൊക്കെ വെച്ച് എന്താ പറയുന്ന ടെലിസ്കോപ്പ് ഒക്കെ വെച്ച് അതൊരു അസംഷൻ ആണ്. എങ്ങനെ നമുക്ക് എങ്ങനെ മറികടക്കാം എന്നൊക്കെ, ടൈമും പ്ലേസും എങ്ങനെ റിലേറ്റീവ് ആണ് എന്നൊക്കെ ഒരു അസംഷൻ ആണ്. നമുക്ക് ടൈമിനെ ഒരിക്കലും മറികടക്കാൻ കഴിയില്ല, കാരണം ടൈം കോൺസ്റ്റന്റ്ലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല, ഈസ് ബിയോണ്ട് ടൈം ആൻഡ് സ്പേസ്. അത് നാരായണീയത്തിലും പറയുന്നുണ്ട്, ദേശകാല അവധിഭ്യാം നിർമുക്തം, ദേശകാല പരിധിക്ക് അപ്പുറത്താണ് അങ്ങ് എന്ന് ഫസ്റ്റ് ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പം ഭഗവാൻ അങ്ങനെ ചിന്തിച്ചപ്പോഴത്തേക്ക് ഹാസ് ഓൾറെഡി റീച്ച്ഡ് ആ ഒരു വൃന്ദാവനത്തിലേക്ക് എത്തി. അപ്പോൾ ഹീസ് ഫീലിംഗ് ബ്ലിസ്, ഒരു ആനന്ദം ഫീൽ ചെയ്യാണ്. അപ്പോൾ ഇനി അടുത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹീസ് നോട്ട് ഹ്യൂമൻ ബീങ്, ഹീസ് ഗോഡ്. അതായത് നമ്മൾ അങ്ങനെ ബിലീവ് ചെയ്യുകയാണെങ്കിൽ, അദ്ദേഹം ഗോഡാണെന്ന് ബിലീവ് ചെയ്യുകയാണെങ്കിൽ, അദ്ദേഹം ഒരിക്കലും മനുഷ്യരെ പോലെ ആയിരിക്കത്തില്ല ആനന്ദിക്കുന്നത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതികളുണ്ട്. ഇപ്പം നമുക്ക് ഇപ്പൊ ശിവന്റെ തന്നെ സന്തോഷം വരുമ്പോൾ അത് പ്രകടിപ്പിക്കുന്ന ഒരു രീതിയിലായിരിക്കും, അല്ലെ? കുട്ടികൾ സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു രീതിയിലായിരിക്കാം. അതെ അതെ, എല്ലാം വ്യത്യസ്തമായിരിക്കാം. അപ്പോ ഭഗവാൻ ചിരിക്കുമ്പോൾ ഹി ക്യാൻ ലാഫ് അൺലിമിറ്റഡ്ലി, ദർ ഇസ് നോ ലിമിറ്റ്. ഇപ്പൊ ഞാൻ എത്ര ചിരിക്കാൻ നോക്കിയാലും എൻ്റെ ലിപ്സിന്റെ ഒരു ലിമിറ്റ് ഉണ്ട്, അതിനപ്പുറം എനിക്ക് പോകാൻ കഴിയില്ല. കണ്ണുകൾ എത്ര, ഇപ്പൊ കുട്ടികളൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട വസ്തു കിട്ടുമ്പോൾ അവരിങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് കണ്ണൊക്കെ ഇങ്ങനെ ആവും. പക്ഷെ ഇത് ഭഗവാൻ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ലിമിറ്റേഷൻസ് ഇല്ല. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അദ്ദേഹം കൈ ഇങ്ങനെ സ്തംഭിച്ചു പോയി, അദ്ദേഹത്തിന്റെ സന്തോഷാധിക്യത്താൽ. കാരണം ഒന്ന്, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട രാധാദേവിയാണ് മുന്നിൽ. പിന്നെ രാധാദേവി തന്നെ കൃഷ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ മെമ്മറീസ് വീണ്ടും കൊണ്ടുവരികയാണ്. അപ്പോഴത്തേക്ക് ഭഗവാൻ അങ്ങോട്ടങ്ങ് പോയി. അപ്പോഴത്തേക്ക് കൈയൊക്കെ ഇങ്ങനെ സ്തംഭിച്ചു, തല അങ്ങോട്ട് വലുതായി, ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുകയാണ്. കണ്ണൊക്കെ അങ്ങോട്ട് വലുതായി, ചുണ്ട് ഇങ്ങനെ ചിരിച്ച് 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 ഇങ്ങനെ അങ്ങോട്ട് വികസിക്കാൻ തുടങ്ങി. എന്നിട്ട് ശരീരം മൊത്തം അങ്ങ് ചെറുതായി. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ, അപ്പൊ നമ്മൾ ഇത് കേൾക്കുമ്പോൾ പൊതുവെ ഒരു ഇമ്പോസിബിൾ എന്ന് നമുക്ക് തോന്നും. ഹ്യൂമൻലി ഇറ്റ്സ് ഇമ്പോസിബിൾ, ബട്ട് ഫോർ ഹിം ഇറ്റ് ഷുഡ് ബി പോസിബിൾ. അതർവൈസ് ഹൗ വി ക്യാൻ കോൾ ഹിം ആസ് ഗോഡ്. അപ്പൊ അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്ന ഈ സമയത്ത് ഈ നാരദ മഹർഷി അവിടെ ഉണ്ടായിരുന്നു. കാരണം ഇത് തീർത്ഥസ്ഥലമാണ്, എല്ലാവരും അവിടെ ഭഗവാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ നാരദ മഹർഷി ഈ രൂപം കണ്ടിട്ട് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു. എന്നിട്ട് ഉടനെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഭഗവാൻ എത്ര മനോഹരമായിട്ടുള്ള രൂപമാണ്, അങ്ങ് ഈ രൂപത്തെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം. അപ്പോഴത്തേക്കും ഭഗവാന്റെ രൂപം അങ്ങ് മാറി, പഴയ രൂപത്തിലേക്ക് വന്നു. അങ്ങ് ആ രൂപം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഭഗവാൻ പറഞ്ഞു, ഇനിയുള്ള ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് കലിയുഗത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടി ഈ രൂപം വീണ്ടും ഞാൻ പ്രകടിപ്പിക്കുന്നു. അങ്ങനെയാണ് ഈ ജഗന്നാഥ രൂപം ആദ്യമായിട്ട് വന്നത്. ആദ്യം ചരിത്രത്തിൽ ഇങ്ങനെയാണ് രൂപം. ഇത് കൂടാതെ വേറൊരു സംഭവം കൂടെ ഉണ്ടായി, അത് വിഗ്രഹം വരുന്ന കഥ. പക്ഷെ ഇതേപോലെ വേറൊരു സംഭവം കൂടെ ഉണ്ടായി. അതായത് രോഹിണി ദേവി എന്ന് പറഞ്ഞാൽ ബലരാമസ്വാമിയുടെ അമ്മയാണ്. ജ്യേഷ്ഠൻ ബലരാമന്റെ അമ്മയാണ്. അപ്പോ ഈ രോഹിണി ദേവി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വസുദേവരുടെ രണ്ടാമത്തെ ഭാര്യയാണ്. വസുദേവരുടെ ആദ്യത്തെ ഭാര്യയാണ് ദേവകി. ദേവകിയുടെ മകനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ, 8ാമത്തെ പുത്രൻ. അപ്പോൾ ആദ്യം ദേവകി അമ്മയാണ് ബലരാമനെ ഗർഭം ധരിക്കുന്നത് 7ാമത്തെ പുത്രനായിട്ട്. പക്ഷെ പുത്രൻ ജനിക്കുന്നതിന് മുമ്പേ തന്നെ ഭഗവാൻ തന്നെ യോഗമായയിലൂടെ രോഹിണി അമ്മയുടെ ഗർഭത്തിലേക്ക് ബലരാമനെ മാറ്റുകയാണ്. അങ്ങനെ ബലരാമന് 2 അമ്മയുണ്ട്, ദേവകി പുത്രനുമാണ് രോഹിണി പുത്രനുമാണ് ഒരേ സമയത്ത്. കംസൻ വിചാരിച്ചു ബലരാമൻ ആ ഒരു ഗർഭം അലസിപ്പോയെന്നാണ് വിചാരിച്ചത്. അപ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോ രോഹിണി ദേവി ഈ കംസൻ ദേവകി അമ്മയും വസുദേവരെയും കാരാഗ്രഹത്തിലാക്കിയ സമയത്ത് രോഹിണി അമ്മ വൃന്ദാവനത്തിലായിരുന്നു, നന്ദമഹാരാജന്റെ കൂട്ടത്തിലായിരുന്നു താമസിക്കുന്നത്. നന്ദമഹാരാജും യശോദാമ്മയുടെ കൂട്ടത്തിൽ. അപ്പൊ ഞാൻ ഇത് പറഞ്ഞ എന്തിനാണെന്ന് വെച്ചാൽ, അല്ല, രോഹിണി അമ്മ കൃഷ്ണന്റെ എല്ലാ ലീലകളും കണ്ടിട്ടുണ്ട്. ഇപ്പൊ വൃന്ദാവനവാസികൾ മധുരയിലേക്ക് വന്നിട്ടില്ല, മധുരവാസികൾ അങ്ങോട്ടും പോയിട്ടില്ല. ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്, പക്ഷെ ഈ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ ആർക്കും അറിഞ്ഞുകൂടാ. കൃഷ്ണനും ബലരാമനും എന്തൊക്കെ ചെയ്തു എന്ന് വൃന്ദാവനത്തിൽ ഉള്ള കാലങ്ങളിൽ ഭഗവാന്റെ ഏറ്റവും ഇൻട്രസ്റ്റിങ് രസകരമായിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊന്നും ആർക്കും അറിഞ്ഞുകൂടാ, ഈ ദ്വാരകവാസികൾക്ക്.
പക്ഷെ രോഹിണി അമ്മ ഈ കാലം മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു. അതായത് കംസനെ കൊല്ലുന്നത് വരെ രോഹിണി അമ്മ വൃന്ദാവനത്തിലുണ്ടായിരുന്നു. അപ്പൊ രോഹിണി അമ്മ എന്ത് ഈ ഇടയ്ക്കിടയ്ക്ക് ഈ കഥകൾ പറഞ്ഞു കൊടുക്കും. അതായത് വൃന്ദാവനത്തിൽ കൃഷ്ണ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്, ബലരാമൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ കഥകൾ പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇവർ ഇത് ചർച്ച ചെയ്യും. ആരൊക്കെ? കൃഷ്ണന്റെ 16,108 ഭാര്യമാരും പിന്നെ വസുദേവരും ദേവകി അമ്മ എല്ലാവരും ഇരിക്കും. എന്നിട്ട് രോഹിണി അമ്മയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവരെന്ത് ചെയ്യുമെന്നറിയോ? പറയുന്ന സമയത്ത് കൃഷ്ണനും ബലരാമനും ഇല്ലാത്ത സമയം നോക്കിയാണ് പറയുന്നത്. കാരണം അവർക്കറിയാം അവരുടെ മുമ്പിൽ വെച്ച് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മളെ വിട്ടിട്ട് പോകും. കാരണം ഇവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരാണ് വൃന്ദാവനവാസികൾ. ഉടനെ അവർക്ക് ഓർമ്മ വരും. ഉടനെ അവരെല്ലാം വിട്ടിട്ട് ഒരുപക്ഷെ പോകാൻ പറ്റില്ല, അവർ ബോധം കെട്ടി വരും. അത്രയ്ക്ക് ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് കൃഷ്ണനും ബലരാമനും അവരുമായിട്ട്. അതുകൊണ്ട് മനഃപൂർവ്വം കൃഷ്ണനും ബലരാമനും ഇല്ലാത്ത സമയത്ത് ഇത് ചർച്ച ചെയ്യും. അപ്പൊ ഒരിക്കൽ എന്ത് പറ്റി? സുഭദ്രാദേവിയെ കാവലായിട്ട് വെച്ചു, വാതിൽക്കൽ നിൽക്കാനായിട്ട്. ജനാലയുടെ അവിടെ നിന്നിട്ട് രോഹിണി അമ്മ പറയും കൃഷ്ണൻ ബലരാമന് വരുവാണെങ്കിൽ പറയണമെന്നില്ല. അപ്പൊ എന്ത് പറ്റി? രോഹിണി അമ്മ ഇങ്ങനെ പറഞ്ഞിരുന്നപ്പോ സുഭദ്രാദേവി എല്ലാം കേട്ട് ഇങ്ങനെ മഗ്നയായി. കൃഷ്ണനും ബലരാമനും വന്നത് അറിഞ്ഞില്ല. കഥ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് കൃഷ്ണനും ബലരാമനും അവിടെ വരികയാണ്. അത് ഭഗവാൻ വിചാരിച്ചു ഇവരെന്തോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ കേൾക്കാനിരുന്നു. അപ്പൊ രണ്ടുപേരും വൃന്ദാവന കഥകൾ കേൾക്കുകയാണ്. അപ്പോൾ ഉടനെ ഭഗവാൻ വീണ്ടും വൃന്ദാവനത്തിന്റെ ആ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്ന് ഇതേപോലെ രൂപം വീണ്ടും വന്നു. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ നടന്നത് കൃഷ്ണന് മാത്രമല്ല, ബലരാമനും പോയി, സുഭദ്രാദേവിക്കുമായി. എന്നിട്ട് നേരത്തെ പറഞ്ഞപ്പോഴും അങ്ങനെയായി. കാരണം രാധാദേവി പറഞ്ഞ സമയത്ത് സുഭദ്രാദേവി അടുത്തുണ്ടായിരുന്നു, ബലരാമനും അടുത്തുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഭഗവാന്റെയും ബലരാമന്റെയും സുഭദ്രാദേവിയുടെയും ആ രൂപത്തിലെ ട്രാൻസ്ഫോർമേഷൻ. അതായത് ജഗന്നാഥ രൂപം ആദ്യമായിട്ട് വന്നത് അങ്ങനെയാണ്. പിന്നെ ഇതിനു ശേഷം ഇന്ദ്രദ്യുമ്ന രാജാവ്, അദ്ദേഹത്തിന്റെ കാലഘട്ടം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. കാരണം പറയുന്ന സത്യയുഗത്തിന് അപ്പുറത്തായിരുന്നു എന്ന് പറയുന്നു. കാരണം കലിയുഗം തന്നെയല്ല, അതിന് മുമ്പേ ജഗന്നാഥപുരി ക്ഷേത്രം വന്നു എന്നാണ് പറയുന്നത്. ഈവൻ ബിഫോർ ഭഗവാൻ വരുന്നതിന് മുമ്പേ തന്നെ ഉണ്ടെന്നും പറയുന്നുണ്ട്. കാരണം ഈ യുഗങ്ങൾ റിപ്പീറ്റ് ആവും. ദ്വാപര യുഗം കഴിഞ്ഞ് കലിയുഗം കഴിഞ്ഞ് വീണ്ടും സത്യയുഗം, ത്രേതായുഗം, വീണ്ടും ഇങ്ങനെയായിരുന്നു. അപ്പൊ ഈ മുൻ യുഗങ്ങളിൽ എപ്പോഴും നടന്ന സംഭവങ്ങളാണ് ഇതൊക്കെ, കാലാതീതമാണ്. അപ്പോ ഇന്ദ്രദ്യുമ്ന രാജാവിന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കൃഷ്ണന്റെ ഒരു രൂപം കിട്ടണം. കാരണം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ എപ്പോഴും നീലമാധവൻ എന്ന് പറഞ്ഞൊരു രൂപം ഇങ്ങനെ ഭഗവാൻ ദർശനം നൽകുമായിരുന്നു. ഓടക്കൊല്ലും പിടിച്ചുകൊണ്ടൊരു രൂപമായിരുന്നു. അപ്പൊ അദ്ദേഹം ആ വിഗ്രഹം എവിടെയുണ്ടെന്ന് പറഞ്ഞ് കുറെ അന്വേഷിക്കും, എങ്ങും കിട്ടത്തില്ല. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിൽ തോന്നുകയാണ് ഇന്ന ഒരു നദിയുടെ തീരത്തായിട്ട്, നീലാചല പർവ്വതത്തിന്റെ അടുത്തായിട്ട് നീൽമാധവ രൂപമുണ്ട്. അങ്ങനെ ആ രൂപത്തെ അന്വേഷിച്ച് ഇദ്ദേഹം കുറേ പേരെ അയക്കുകയാണ്. അതിൽ ഇദ്ദേഹത്തിന്റെ ബ്രാഹ്മണരിൽ വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. അപ്പൊ അദ്ദേഹം പോയി ഒരു ആദിവാസി കുടുംബത്തെ കാണുകയാണ്. അതിലെ മൂപ്പനായിട്ടുള്ള ഒരാളെ ഒളിഞ്ഞു അദ്ദേഹം നോക്കുകയാണ്. അദ്ദേഹം നോക്കുന്ന സമയത്ത് ഇദ്ദേഹം രാവിലെ എന്നും പോകും, വൈകിട്ട് വരും. ഇദ്ദേഹത്തിന്റെ ദേഹത്തിൽ നിന്ന് എന്തോ ഒരു പ്രത്യേക സുഗന്ധം വരുന്നുണ്ട്. ആ സുഗന്ധത്തിൽ നിന്ന് ഇദ്ദേഹം മനസ്സിലാക്കി ഇത് സാധാരണ പുഷ്പങ്ങളല്ല, ദേവന്മാരുടെ പുഷ്പങ്ങളാണ്. അപ്പൊ ഈ നീലമാധവ രൂപം സാധാരണ വിഗ്രഹമല്ല, ദേവന്മാർ പൂജിക്കുന്ന വിഗ്രഹമാണ്. അപ്പൊ മിക്കവാറും ഇത് എന്തോ ഒരു ദിവ്യത്വം ഉണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന്റെ മകളുമായിട്ട് സൗഹൃദത്തിലായി, മകളെ സ്നേഹിക്കുന്ന രീതിയിൽ അഭിനയിച്ചു. അങ്ങനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുകയും ചെയ്തു. അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമായി. അപ്പോ ഇത് അച്ഛനോടും പറഞ്ഞു. അപ്പൊ അച്ഛനും സമ്മതിച്ചു. അദ്ദേഹം പറഞ്ഞു അങ്ങ് രാജാവിന്റെ ഇത്രയും നല്ല ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ബ്രാഹ്മണനല്ലേ, സന്തോഷമേ ഉള്ളെന്ന് പറഞ്ഞു. അങ്ങനെ വിവാഹം കഴിഞ്ഞു. എന്നിട്ട് ഈ ഇദ്ദേഹം ഭാര്യയെടുത്ത് പറഞ്ഞു, നീ എനിക്ക് പറഞ്ഞു തരണം ഇദ്ദേഹം എവിടെയാ പോകുന്നതെന്നൊക്കെ. അപ്പോ മകള് അച്ഛനോട് പറയാണ് എൻ്റെ ഭർത്താവിനെ കൊണ്ടുപോകുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം കണ്ണ് കെട്ടിയിട്ട് കൊണ്ടുപോകുന്നു. ഇപ്പൊ ഈ മൂപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഏറ്റവും വലിയ നിധിയെ പോലെയാണ് ഈ ഭഗവാന്റെ രൂപം. ആർക്കും പറഞ്ഞു കൊടുക്കത്തില്ല ആ സ്ഥലമോ ഒന്നും. പക്ഷെ മകൾക്ക് വേണ്ടി അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ കണ്ണ് കെട്ടി കൊണ്ടുപോയപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? കയ്യില് കുറച്ച് വിത്തുകൾ വെച്ചിരുന്നു, പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുന്ന തൈകൾ, പൊട്ടിമുളയ്ക്കുന്ന വഴി അറിയാൻ വേണ്ടി. അങ്ങനെ ഇട്ടിട്ടാണ് പോകുന്നത്.
അങ്ങനെ ഭഗവാനെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അപ്പം ഭഗവാനെ കണ്ട ഉടൻ തന്നെ വിഗ്രഹം സംസാരിച്ചു തുടങ്ങി. എന്നിട്ട് മൂപ്പനോട് പറഞ്ഞു, ഇനി മുതൽ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ പോവാണ്. കാരണം ആ രാജാവ് എന്നെ കാത്തിരിക്കുന്നു. ഇത്രയും കാലം നീ ചെയ്ത സേവനത്തിൽ ഞാൻ സന്തുഷ്ടനാണ്. പക്ഷെ മൂപ്പന് ഭയങ്കര ദേഷ്യമായി, വിഷമമായി. അദ്ദേഹം പറഞ്ഞു, നീ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞ് ആളിനെ അവിടെ കെട്ടിയിടുക. എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ മകൾക്ക് വലിയ വിഷമമായി. എന്നിട്ട് ചോദിക്കും, എന്ത് ചെയ്യാ അദ്ദേഹം, എന്ത് ചെയ്യാ? പറഞ്ഞു, അവൻ അങ്ങനെ തന്നെ ചത്തുപോട്ടെ, അവൻ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം മകൾ എന്ത് ചെയ്തു, ഭർത്താവിനെ അന്വേഷിച്ച് വന്ന് കെട്ടഴിച്ചു വിടുകയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, നിന്നെ വിവാഹം കഴിക്കാനായിട്ട് ഞാൻ വീണ്ടും വരും. ഇപ്പം എനിക്ക് ഭഗവാന് വേണ്ടി ഒരു സേവനം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് രാജാവിൻ്റെ അടുത്ത് പോയി അറിയിക്കുകയാണ്. നീലമാധവനെ കിട്ടി എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോഴേക്കും ആ വിത്തെല്ലാം തയ്യായി, പെട്ടെന്ന് തയ്യാവുന്ന ഒരു വിത്തായിരുന്നു അത്. അപ്പോൾ രാജാവ് സൈന്യമായിട്ട് അവിടെ വന്ന് നോക്കിയപ്പോൾ നീലമാധവനെ കാണാനില്ല. അപ്പോൾ അവിടെ എല്ലാം അന്വേഷിച്ചു, ഈ കാട്ടുകുടുംബത്തിൻ്റെ എല്ലാവരുടെയും വീട്ടിൽ അന്വേഷിച്ചു, എങ്ങും കിട്ടുന്നില്ല. അപ്പോഴത്തേക്ക് സ്വപ്നത്തിൽ ഭഗവാൻ വന്നിട്ട് പറഞ്ഞു, ഇനി നിനക്ക് എന്നെ നീലമാധവ രൂപത്തിൽ കാണാൻ കഴിയില്ല. കാരണം ഞാൻ ആഗ്രഹിച്ച എല്ലാവരും ഒത്തൊരുമിച്ച് എൻ്റെ സേവനം ചെയ്യണമെന്നാണ്. നിങ്ങൾ തമ്മിൽ ഒരു ശത്രുത വരുന്ന എനിക്ക് വിഷമമായി, അതുകൊണ്ട് ഞാൻ അപ്രത്യക്ഷമായിരുന്നു. അപ്പോൾ രാജാവ് വളരെയധികം വിഷമിക്കും. അദ്ദേഹം ഭക്ഷണം പോലും ഉപേക്ഷിച്ചിരിക്കും. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ ഭഗവാൻ വീണ്ടും വരികയാണ്. വീണ്ടും വന്നിട്ട് പറഞ്ഞ്, അങ്ങ് വിഷമിക്കേണ്ട, നദിയിലൂടെ ഒഴുകി 3 മരങ്ങൾ വരുമെന്ന് പറഞ്ഞു, മരക്കഷ്ണങ്ങൾ. അപ്പം നീ അത് പിടിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് അതിലൂടെ എൻ്റെ രൂപം കൊത്തിയെടുത്താൽ മതി. 3 മരക്കഷ്ണങ്ങൾ വരും, വലിയ മരക്കഷ്ണം. സൈനികരെല്ലാം പിടിച്ചു നോക്കിയിട്ടും അടുക്കുന്നില്ല, അവർക്ക് പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു അശരീരി കേൾക്കും, ആ കാട്ടുജാതി കുടുംബങ്ങളെയും കൂടെ സഹായത്തിന് കിട്ടി. അങ്ങനെ അവരും ഇവരും കൂടി ചേർന്ന്, രാജാവിൻ്റെ സൈന്യം കൂടി ചേർന്നിട്ടാണ് ആ മരക്കഷ്ണത്തെ കൊട്ടാരത്തിൽ കൊണ്ടുവരുന്നത്. കൊണ്ടുവന്നതിന് ശേഷം പല പല ശില്പികളും രൂപം കൊത്താൻ നോക്കി, പക്ഷെ ഉളി പൊട്ടിപ്പോവുകയാണ്. ആർക്കും അതിൽ നിന്ന് കൊത്താൻ പറ്റുന്നില്ല. രാജാവ് വീണ്ടും വിഷമത്തിലാവുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഭഗവാൻ അശരീരിയായിട്ട് വീണ്ടും വന്നിട്ട് പറഞ്ഞു, വിഷമിക്കേണ്ട, വിശ്വകർമാവിനെ ഞാൻ അയക്കുമെന്ന്. വിശ്വകർമാവിനെ ഞാൻ അയക്കുമെന്ന് പറഞ്ഞു. അത് വിശ്വകർമാവ് എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ എല്ലാ ആർക്കിടെക്ചറൽ വർക്കും ചെയ്യുന്ന ആളാണ്, ശില്പിയെല്ലാം. അപ്പോൾ വിശ്വകർമാവ് വരുമെന്ന് പറഞ്ഞ് ഇദ്ദേഹം പ്രതീക്ഷിച്ചിരിക്കുക, കാണുന്നില്ല. ഒരു ദിവസം നോക്കി ഒരു വൃദ്ധനായിട്ടുള്ള ഒരാൾ വരികയാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ രൂപം കൊത്താന്ന് പറഞ്ഞിട്ട്, പക്ഷേ ഞാൻ അകത്ത് രൂപം കൊത്തുമ്പോൾ നീ ഒരിക്കലും എൻ്റെ വാതിലൊന്നും തുറന്നു നോക്കരുത്, ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പറഞ്ഞു. തുറന്നു കഴിഞ്ഞാൽ ഞാൻ നിർത്തിയിട്ട് പോകും. അപ്പോൾ ഇദ്ദേഹം അകത്ത് കയറി കുറേ ദിവസങ്ങളായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ തട്ടുമുട്ടുന്നതിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അനക്കമില്ല. അപ്പോൾ ഇദ്ദേഹം ടെൻഷനായിട്ട് അദ്ദേഹം തുറന്നു നോക്കുകയാണ്. തുറന്നു നോക്കിയപ്പോൾ ഇപ്പം നമ്മൾ ജഗന്നാഥൻ്റെ രൂപം കാണില്ല, അതേ രൂപം കാണില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സംഭവം അറിയത്തില്ല, കൃഷ്ണ ഇങ്ങനെ ഒരു രൂപം എടുത്തോ, ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒന്നും അറിയത്തില്ല. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, അയ്യോ ഇത് ഭഗവാന്റെ അപൂർണമായല്ലോ രൂപം, ഞാൻ കാരണം ഇങ്ങനെ സംഭവിച്ചു പറഞ്ഞ് വിഷമിച്ചു. അപ്പം നാരദ മഹർഷി വന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ ഒരു സംഭവം. ഇത് കംപ്ലീറ്റ് രൂപമാണ്, ഇൻകംപ്ലീറ്റ് രൂപമല്ല. ഈ രൂപത്തിൽ ഭഗവാൻ ഒരിക്കൽ വന്നിരുന്നു. അദ്ദേഹം അപ്രത്യക്ഷമാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞിട്ട് അപ്രത്യക്ഷമാണ്. അപ്പോൾ ഇപ്പം കാണുന്ന രൂപം അങ്ങനെയാണ് വന്നത്. പിന്നെ ഇന്ദ്രദ്യുമ്ന രാജാവ് വലിയൊരു അമ്പലം പണിഞ്ഞു. ആ ഒരു അമ്പലമാണ് ഇപ്പം നമുക്ക് ജഗന്നാഥപുരിയിൽ കാണുന്നത്. ഫുൾ സ്റ്റോറി വളരെ ഡീറ്റെയിൽ ആണ്, അത് കുറച്ചുകൂടെ ഞാൻ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എവിടെയും പറയുന്നില്ല. പറയും. ഞാൻ തന്നെ പലവടി കഥ കേട്ടപ്പോഴും പൂർണ്ണമായിട്ട് കേട്ടപ്പോഴാണ്. അതെ, കാരണം ഭഗവാൻ ട്രാൻസ്ഫോം ആവുന്നു, പിന്നെ ഇങ്ങനെ ഈ രൂപത്തിൽ എങ്ങനെയായി അല്ലേ? അതെ ആളുകൾക്ക് കണക്റ്റഡ് ആവും. ഗുരുവായൂരുമായി പറഞ്ഞിട്ട് മതിയല്ലോ അല്ലേ? അതിലേക്കും കൂടെ ഒന്ന് പറഞ്ഞു നമ്മളുടെ ഗുരുവായൂരിലേക്കുള്ള ഈ ഗുരുവായൂരിൽ എന്തുകൊണ്ട് ഈ രഥയാത്ര നടത്തും? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗുരുവായൂർ ക്ഷേത്രം വളരെ സ്പെഷ്യലാണ്. അതായത് വിഗ്രഹങ്ങൾ പൊതുവെ, അതും കൂടെ ഞാൻ പറയാമല്ലോ അല്ലേ, വിഗ്രഹത്തിന്റെ ഉദ്ദേശം എന്താണ്? അതായത് എൻ്റെ ഗുരുവിൽ നിന്ന് ഞാൻ കേട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആനയുടെ നെറ്റിയിൽ നമുക്ക് തൊടാൻ കഴിയില്ല. ആന ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയില്ല. പക്ഷേ ആന ഇങ്ങനെ കുനിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊടാൻ പറ്റും.
അതേപോലെയാണ് വിഗ്രഹങ്ങളും. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അദ്ദേഹത്തിന്റെ പവറും അദ്ദേഹത്തിന്റെ സുപ്രീമസിയും വെച്ച് മനുഷ്യരായ ആർക്കും അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യാൻ കഴിയില്ല. ഈസ് ബിയോണ്ട് എവറി വൺസ് റീച്ച്. ബട്ട് അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ട് അദ്ദേഹം ആ രൂപത്തിൽ വരികയാണ്, സോ ദാറ്റ് വി ക്യാൻ വർഷിപ്പ്, വി ക്യാൻ ഡു സം സർവീസ്. അപ്പോൾ അങ്ങനെയാണ് ഭഗവാൻ നമ്മുടെ മുമ്പിൽ വരുന്നത്. അപ്പോൾ വിഗ്രഹത്തിന് ഒരു ഇമോഷൻ ഉണ്ട്, ഒരു ഒരു ആൾക്കാരുടെ വിശ്വാസം അനുസരിച്ച്, ഭക്തിക്ക് അനുസരിച്ച് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പം ഗുരുവായൂരിലിരിക്കുന്ന വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അച്ഛനും അമ്മയെ, ദേവകി അമ്മയും വസുദേവരും പൂജിച്ച വിഗ്രഹം വർഷങ്ങൾക്ക് മുമ്പേ. അത് അവർക്ക് ലഭിച്ചത് ബ്രഹ്മദേവനിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു വിഗ്രഹമാണ്. അപ്പോൾ ഭഗവാൻ ദ്വാരകയിൽ ഉണ്ടായിരുന്ന അതേ സമയത്ത് ദ്വാരകയും ഭഗവാന്റെ അച്ഛനും അമ്മയും ഡെയിലി പൂജിച്ച വിഗ്രഹമാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ആ വിഗ്രഹത്തിൽ ആ അച്ഛൻ്റെ അമ്മയുടെ ഒരു വാത്സല്യം കൂടെ ഉണ്ട്, എൻ്റെ മോൻ എന്നുള്ളൊരു ഭാവം കൂടെ ഉണ്ട്. പക്ഷെ ഭഗവാനാണ്. അങ്ങനെ രണ്ട് ഭാവം കൂടെ ഒരേ സമയത്താക്കി. പൊതുവെ വിഗ്രഹത്തിൽ തന്ത്രി എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, തന്ത്രി ഏത് രൂപം കൊത്തിക്കഴിഞ്ഞാലും ആ രൂപം ഏത് ഭാവത്തിലായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന തന്ത്രിയാണ്. ആ രീതിയിലുള്ള മന്ത്രങ്ങൾ ജപിച്ച് അതിൽ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടുവരും. ആവാഹനം എന്ന് പറഞ്ഞ ഇൻവിറ്റേഷൻ എന്നാണ്. ആ ഒരു പ്രോസസ് ഫോളോ ചെയ്ത് നമ്മൾ ക്ഷണിക്കുമ്പോൾ ഭഗവാന്റെ പ്രസൻസ് അതിൽ ഫീൽ ചെയ്യും. അത് ഭഗവാനാണ് ഡിസൈഡ് ചെയ്യുന്നത്. ആ പ്രോസസ് ഫോളോ ചെയ്യണം. അപ്പം പ്രധാനമന്ത്രി ക്ഷണിക്കുന്നത് നമ്മൾ ആ പ്രോട്ടോകോൾ ഫോളോ ചെയ്യണം, അതേപോലെ. അപ്പോൾ അതിനനുസരിച്ച് ക്ഷണിക്കുമ്പോൾ അദ്ദേഹം വരും അതിൽ. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, തന്ത്രി ഇവിടെ, അപ്പൊ ഇവിടുത്തെ വിഗ്രഹത്തിന്റെ ഭാവമാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് ആരും പ്രതിഷ്ഠിച്ചതല്ല, ഇത് ഭഗവാന്റെ അച്ഛനും അമ്മയും പൂജിച്ച വിഗ്രഹമാണ്. അതിനു മുമ്പേ ബ്രഹ്മദേവൻ പൂജിച്ച വിഗ്രഹമാണ്. അപ്പൊ നാച്ചുറലി അവരുടെ ഇമോഷൻസ് അതിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെ ഇമോഷൻസ്, ആ വിഗ്രഹത്തിന്റെ ഇമോഷൻസും അങ്ങനെ തന്നെയാണ്. അതായത് എൻ്റെ അച്ഛനും അമ്മയും പൂജിക്കുന്നതിൽ ഒരു ഭാവം വരും. അതുകൊണ്ടാണ് പല പല വ്യക്തികൾ, ഇപ്പോൾ പൂന്താനമാണെങ്കിലും കുറൂരമ്മയാണെങ്കിലും അവരുടെയൊക്കെ മുമ്പിൽ ഭഗവാൻ ഉണ്ണിക്കണ്ണനായിട്ട് വരുന്ന അതുകൊണ്ടാണ്. ബാലവ, കാരണം ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ ശംഖുചക്ര ഗദാപത്മത്തോടുകൂടിയാണ് ഗുരുവായൂർ ഇരിക്കുന്നത്. പക്ഷെ ദർശനം നൽകുന്ന ഉണ്ണിക്കണ്ണനായിട്ടാണ്. അപ്പോൾ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭാവത്തിനനുസരിച്ചാണ്. അതായത് പൊതുവെ ഭഗവാൻ നിങ്ങൾ എന്നെ ഏത് രൂപത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഒരു രൂപത്തിൽ. അപ്പൊ അച്ഛനും അമ്മയും ഇത് ഭഗവാന്റെ വിഗ്രഹം എന്ന് പറഞ്ഞ് പൂജിച്ചിരുന്നെങ്കിലും എൻ്റെ മകൻ എന്നുള്ളൊരു ഭാവത്തിലാണ് പൂജിച്ചത്. അതുകൂടാതെ ഇവർ വൃന്ദാവന ലീലകൾ ഒരിക്കലും കണ്ടിട്ടില്ല. വൃന്ദാവനത്തിലെ കൃഷ്ണനെ, ഭഗവാന്റെ ആ വെണ്ണമോഷണം, അങ്ങനെയുള്ള ലീല. അപ്പൊ ഇവർ പൂജിക്കുന്ന സമയത്ത് ആ ഭാവത്തിലാണ് കൃഷ്ണനെ പൂജിച്ചത്. അത് കാരണം ആ ഭാവത്തിൽ തന്നെയാണ് ഗുരുവായൂരപ്പൻ എപ്പോഴും ഇരിക്കുന്നത്. അപ്പൊ ഞാൻ എന്തിനാ ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന കൃഷ്ണൻ, ഗുരുവായൂരിലിരിക്കുന്ന ആ വിഗ്രഹത്തിന്റെ മൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹീസ് ഇൻ സെപ്പറേഷൻ ഫ്രം വൃന്ദാവൻ. വൃന്ദാവനത്തിൽ നിന്നുള്ളൊരു വിരഹത്തിലിരിക്കുന്ന ദേവകി അമ്മയും വസുദേവരും പൂജിച്ച ഒരു വിഗ്രഹമാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം ഭഗവാന്റെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ ഐ എം അവേ ഫ്രം വൃന്ദാവൻ എന്നൊരു മൂഡിലാണ്. ഇനി അവിടുത്തെ ആ പ്രൗഢിയും അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഗ്രാൻഡ് പ്രൊസഷനും ആനപ്പുറത്തുള്ള എഴുന്നള്ളിപ്പ് എല്ലാം ദ്വാരകയുടെ ഒരു മൂഡാണ്. പക്ഷെ വൃന്ദാവനത്തിന്റെ ആ ഒരു ഇതില്ല അവിടെ. ഇപ്പോൾ കൃഷ്ണനാട്ടം നടക്കുന്നുണ്ടെങ്കിലും ഡാൻസും അതൊക്കെ ഓർമ്മകളാണ് വൃന്ദാവനത്തിന്റെ. ഒരു വൃന്ദാവനത്തിന്റെ ഒരു സറൗണ്ടിങ്സ് ഇല്ല. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ജഗന്നാഥ്പുരി, മനസ്സിലായില്ലേ? അപ്പോ നമുക്ക് വലിയ റീക്രിയേറ്റ്. ഇപ്പൊ ജഗന്നാഥ്പുരിയില് ഒരു എക്സാക്ട്ലി വല്ലാത്തൊരു കോയിൻസിഡൻസ് ആണ്. ജഗന്നാഥ്പുരി ക്ഷേത്രത്തിൽ നിന്നും ഒരു 3-4 കിലോമീറ്റർ ദൂരെ ഒരു ഗുണ്ടിജ ടെമ്പിൾ എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. അത് വൃന്ദാവനത്തിന്റെ ഒരു റിപ്ലിക്കയാണ്. അപ്പൊ രഥയാത്ര നടക്കുന്നത് ജഗന്നാഥ്പുരി ക്ഷേത്രത്തിൽ നിന്ന് ഗുണ്ടിജ ക്ഷേത്രത്തിലേക്കാണ്. അപ്പൊ ഇതും ഏകദേശം ജഗന്നാഥ്പുരിയിൽ നിന്നുള്ള, അതാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. വലിയൊരു കോയിൻസിഡൻസ് ആണ്, നിമിത്തമാണ് അത്. അപ്പൊ രഥയാത്ര ഇവിടുന്ന് ആക്ച്വലി നടക്കേണ്ട അവിടെ നിന്ന് ഇങ്ങോട്ടാണ്. പക്ഷെ ഗുരുവായൂരിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. പിന്നെ ഇവിടെ നമുക്ക്, അപ്പൊ ഇവിടുത്തെ ഭഗവാനെ കൊണ്ടുപോയിട്ട് വീണ്ടും ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ ചിലർ പറഞ്ഞിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് മാത്രമാക്കാം, അപ്പൊ രഥയാത്ര ഇൻകംപ്ലീറ്റ് ആവും. കാരണം അത് ദ്വാരക, ഇത് വൃന്ദാവനം പോലെയാണ്. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഭഗവാന്, അതെ അതെ, അതാണ് അതാണ് നമ്മുടെ ഈ ആഗ്രഹം. പിന്നെ ഓരോ സ്ഥലത്തിനും അതിൻ്റെതായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളുണ്ടല്ലോ.
അതാണ് ഉദ്ദേശിക്കുന്നത്. അത് ക്ലിയർ ആയല്ലോ?